ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജം ടോക്കീസ്. അപ്പം ഇന്നലത്തെ പ്രൊമോയിൽ, അതായത് നൈറ്റ് വന്ന പ്രൊമോയിൽ നമുക്ക് ക്ലിയർലി കാണാൻ പറ്റും എഡിറ്ററിന് വന്നൊരു പാളിപ്പായിക്കാം. ഷാനവാസ് ബാക്ക് ആക്കിയിട്ടുണ്ട്, ഷാനവാസിക്ക് തിരിച്ച് കയറിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ വന്നിരിക്കുന്നത് ഇന്നലത്തെ എപ്പിസോഡിനെ പറ്റി ഒന്ന് കുറച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്നലത്തെ എപ്പിസോഡ് കണ്ടതിൽ പ്രേക്ഷകർക്ക് എന്താണ് തോന്നിയത് എന്നുള്ളൊരു കമൻറ്റ് ചെയ്യുക. ബിക്കോസ് വേറൊന്നും കൊണ്ടല്ല, ഷാനവാസിക്ക എന്തോ എടി പോടിയെന്ന് വിളിച്ചതിനും ഒക്കെ ആയിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു. ആരിനെ എന്തോ തള്ളിയതോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് ഭയങ്കര പ്രശ്നമായിട്ട് നിർത്തിപ്പൊരിച്ച് അങ്ങേർക്കൊരു സ്പേസ് കൊടുക്കാതെ, അങ്ങനെ സംസാരിക്കാൻ ഒരു സ്പേസ് കൊടുക്കാതെ, ഈവൻ കൈ പൊക്കാൻ പോലും അനുവദിക്കാതെ നിന്നിരുന്ന ലാലേട്ടൻ ദിസ് ടൈം വളരെ ശാന്തനായി എല്ലാവർക്കും സ്പേസ് കൊടുത്തു. നെവിന്, അക്ബർ, അനുമോള് എല്ലാവർക്കും സ്പേസ് കൊടുത്ത് സംസാരിച്ചു. അവർ സംസാരിക്കട്ടെ, അവിടെ പോക്കറ്റിൽ കൈയും കെട്ട് നോക്കി നിൽക്കുമായിരുന്നു. ചിലപ്പോൾ അവിടെ നിന്ന് നിർദ്ദേശമായിരിക്കും അവർ സംസാരിക്കട്ടെ. പക്ഷേ ഷാനവാസ് കൈ പൊക്കിയാലോ ഷാനവാസിന് സ്പേസ് കൊടുക്കാനുമാണ് മേളിലെ ആൾക്കാർക്ക് പ്രശ്നം. ക്രൂവിന്, ബിഗ് ബോസ് ക്രൂവിനും ലാലേട്ടനും പ്രശ്നം. ഓക്കെ, കൈ ഒന്ന് പൊക്കിയതിന് എന്തൊക്കെയാണ് ലാലേട്ടൻ കഴിഞ്ഞ ആഴ്ച ഷാനവാസിക്കനെ പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ എന്തായിരുന്നു ഇത്രയും ശാന്തനായ ആ വായിൽ കൊണ്ടുവന്ന് തപ്പി നോക്കുന്ന രീതിയിലായിരുന്നു ലാലേട്ടൻ്റെ പ്രതികരണം. എനിവേ പോട്ടെ, എന്തായാലും എപ്പോഴേലുമൊക്കെ എല്ലാം ഒരാളുടെ ഭാഗത്തായിരിക്കണം എന്നില്ലല്ലോ. എനിവേ ഷാനവാസിക്ക തിരിച്ചു വന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഹെൽത്തി ആയിട്ട് തിരിച്ചു വരട്ടെ. ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട് അയാൾക്ക് പാനിക് അറ്റാക്ക് വന്നതിൽ നെവിൻ എന്ത് കുറ്റമാണ് ചെയ്തതെന്ന്. ഒരുപാട് പേര് വന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സന്ദർഭം ഉണ്ടാക്കിയെടുത്തത് അക്ബറാണ്. ഇന്നലെ അനുമോൾ വളരെ കൃത്യമായി പോയിൻറ്റ്സ് പറഞ്ഞു. അക്ബറിനെ പുണ്യാളനാക്കാൻ വേണ്ടിയിട്ട് അക്ബറിന് സ്പേസ് കൊടുത്തു. അക്ബറിനും അവിടെ ഇരിക്കുക എന്ന് പറഞ്ഞു അവിടെ ഇരുത്തി. അക്ബറിൻ്റെ ഒന്നും പറയത്തില്ല, ബിക്കോസ് ഡയറക്ടറിൻ്റെ ക്ലോസ് ഫ്രണ്ടിനെ ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെയാണല്ലോ ഫ്രെയിം ചെയ്ത് വെച്ച്, സ്ക്രിപ്റ്റ് അങ്ങനെയാണല്ലോ. എനിവേ അനുമോൾ ഇന്നലെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ആരും എന്താ പറയുക പ്രതികരിച്ചില്ല. അതായത് വെള്ളം കൊണ്ടുപോയി ഒഴിച്ചപ്പോൾ ആരും പ്രതികരിച്ചില്ല. ഷാനവാസിക്ക് അവിടെ പ്രതികരിച്ചിരുന്നു. ഇപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ പുറത്ത് വരുന്നുണ്ട്. അല്ലെങ്കിലും അനുമോൾക്ക് ചില സ്വഭാവങ്ങളുണ്ട്. ആരാണ് കൂടെ നിന്ന് അവരെ പറ്റി ചിന്തിക്കാതെ സംസാരിക്കുന്ന ഇതുണ്ട്. എനിവേ പോട്ടെ, ഷാനവാസിക്ക് അവളുടെ ഔദാര്യത്തിന് ആവശ്യമില്ല, പോട്ടെ. പക്ഷേ ഇന്നലത്തെ എപ്പിസോഡിൽ വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം ഡബിൾ സ്റ്റാൻഡ്, ബിഗ് ബോസിൻ്റെ ഒരു ഡബിൾ സ്റ്റാൻഡാണ് എക്സ്പോസ്ഡ് ആയേക്കുന്നത്. എനിവേ നമുക്ക് നോക്കാം. എന്തോ ഒരു 7ൻ്റെ പണി കണ്ട് നെവിന് കൊടുക്കും. എവിക്ഷനിൽ പുറത്ത് പോയിട്ടില്ലെങ്കിൽ ഞാൻ പറയാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് വലിയ ആൾ കളിക്കുന്നുണ്ട്. പക്ഷേ ഒന്നുമില്ല എന്നുള്ളത് നമുക്കറിയാം. എന്താണെന്നുള്ളതും ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് ശേഷം, എപ്പിസോഡിന് ശേഷം നെവിനും ആര്യനോട് വലിയ ആൾ കളിച്ചിട്ട് സിഗരറ്റ് റൂമിലേക്ക് പോയിട്ട് എന്തൊക്കെയോ മോട്ടിവേഷൻ സ്പീച്ച് നടത്തുന്നുണ്ടായിരുന്നു. അപ്പം സത്യം പറഞ്ഞാൽ നമുക്കതിൽ നിന്നൊക്കെ എന്താണ് മനസ്സിലായത്? അതായത് ഒരാൾക്ക് ഒരു റൂള്, മറ്റേ ആൾക്ക് വേറെ റൂൾ ബ്രേക്കിംഗ് ആണ് സത്യം പറഞ്ഞാൽ. 2 പേർക്ക് 2 രീതിയിൽ, വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ. ഈ പണക്കാരൻ്റെ മോനും പാവപ്പെട്ടവൻ്റെ മോനും എന്ന് പറയുന്ന പോലെ ആയിരുന്നു ഇന്നലത്തെ ലാലേട്ടൻ്റെ പ്രതികരണം. ഷാനവാസിനെ പറ്റി ഒരു വാക്ക് പറയുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നെവിനെ വിളിച്ചു നിർത്തി എന്താണ് സംഭവിച്ചത് പറയൂ, എന്താണ് ഇത്ര ഇത് തമാശ എന്നൊക്കെ പറഞ്ഞാൽ വളരെ കൂൾ ആൻഡ് കാം ആയിട്ട് പോയ ഒരു എപ്പിസോഡ്. അതിൽ നമ്മൾ പ്രതീക്ഷ അത്ര ഒന്നും തന്നെ, അതായത് എടി പോഴിന്ന് വിളിച്ചതിനും ഫിസിക്കൽ അസോൾട്ട്, അതായത് എന്തോ ഇങ്ങനെ ഉന്തിയെന്ന് പറഞ്ഞാൽ ആരിനെ ഉന്തിയെന്ന് പറഞ്ഞിട്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഷാനവാസിനെ ഇട്ട് പൊരിച്ചെന്ന് വെച്ചാൽ അമ്മാതിരി പൊരിക്കലായിരുന്നു. ഈവൻ അവർ ഹെഡിങ് പോലും ഇട്ടു. ലാലേട്ടൻ ഷാനവാസിനെ നിർത്തി പൊരിച്ചു. ഇന്നലെ എന്താണ് നെവിനോട് കാണിച്ചത്? ഇതിപ്പോൾ ഇതൊരു ഡബിൾ സ്റ്റാൻഡേർഡ് ഗെയിം, അതായത് ബിഗ് ബോസ് ക്രൂ തന്നെ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് ഗെയിം അവിടെ കാണിക്കുന്നു. എനിവേ പിന്നെ നടന്നത് എന്താണെന്ന് വെച്ചാൽ ടിക്കറ്റ് ഫിനാലെ ടാസ്കിനെ പറ്റി സംസാരിക്കുന്നു. പിന്നെ വളരെ സന്തോഷത്തോടെ ലാഘവത്തോടെ. പിന്നെ നടന്നത് നൂറയ്ക്ക് ടിക്കറ്റ് ഫിനാലെ കിട്ടി. ടോപ്പ് 5 നൂറ വന്നു. എനിവേ അത് കൺഗ്രാറ്റ്സ്. കാരണം വെറുതെ ഇരുന്ന നൂറയാണ് എവിടെയോ ബീങ് ബാങ്കിൽ വെറുതെ ഇരിക്കുന്നു. അതാരാ പറഞ്ഞത്? അക്ബറാണ് പറഞ്ഞത്. അക്ബർ എന്ന മാൻഡ്രിങ്ക് ഈശാൻ്റുകാർ തന്നെ അക്ബറിനെ ഊക്കിയിട്ടുണ്ട്. അത് വേറെ കാര്യം. കാരണം എല്ലാവരുടെയും ഊക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ട്. പിന്നെ നൂറ ക്യൂട്ട്നെസ് വാരി വെതറി ഇടുവാണെന്ന് പറഞ്ഞ ആൾക്കാരെ കൊണ്ട് തന്നെ അവൾ വാടപ്പിച്ചു. ടിക്കറ്റ് ഫിനാലെ ടോപ്പ് 5 കയറി. അത് അവൾക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. കാരണം ബിക്കോസ് കാലിനൊരു സർജറി ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കാലിൻ്റെ സർജറി ചെയ്തതിൽ നിന്ന് അവൾ ഒരുപാട് എൻട്രൻസ് സ്റ്റാർക്കിലൊക്കെ ഒരുപാട് നന്നായിട്ട് പെർഫോം ചെയ്തു. മാക്സിമം 100% എഫേർട്ട് ഇട്ടു. നല്ലതായിരുന്നു. കാരണം കള്ളത്തരമല്ല ചെയ്ത്. കള്ളത്തരത്തിലൂടെ ഒരിക്കലും അവൾ എന്താ പറയുക ജയിച്ചിട്ടില്ല. ഈവൻ ആരിനെ കൂട്ട് ഒരുപാട് പേര് എൻ്റെ കമൻസിൽ വന്നിട്ട് പറയുന്നുണ്ട് നെവിൻ ചെയ്തതിൽ ഒരു തെറ്റുമില്ല,
അയാൾക്ക് ഇച്ചിരി അഹങ്കാരമുണ്ട്, ഇങ്ങനെയൊക്കെയാണോ ആൾക്കാർ പറയുന്നത്? ബിക്കോസ് നിങ്ങൾക്കൊരു ഹേർട്ട് ഇഷ്യൂ ഉണ്ടാകുമ്പോഴത്തേക്കും ഒരാൾ പറയുന്നുണ്ട് ഇറ്റ്സ് എ പാർട്ട് ഓഫ് എ ഗെയിം എന്ന്. അപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്കിപ്പം നിങ്ങളെ ഒരാൾ അറ്റാക്ക് ചെയ്യുന്നു, അപ്പോൾ നിങ്ങൾ പറയുക സാരല്ല ഇറ്റ്സ് എ പാർട്ട് ഓഫ് എ ലൈഫ് എന്ന് പറഞ്ഞാൽ എല്ലാം അങ്ങ് അവസാനിക്കുമോ? അല്ല നിങ്ങളങ്ങ് ക്ഷമിക്കുമോ? സമൂഹം ക്ഷമിക്കുമോ? പ്രേക്ഷകർ, അല്ലാതെ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരുന്ന ആൾക്കാർ, അപ്പോൾ ആ ഒരു സംഭവത്തിൽ കണ്ടുകൊണ്ടിരുന്ന ആൾക്കാരങ്ങ് പോട്ടെ സാരമില്ല എന്ന് പറഞ്ഞാൽ ക്ഷമിക്കുമോ? പറയുമ്പോൾ ഒരു ലോജിക്ക് വേണം. അതേപോലെ തന്നെ ഒരു ഹേർട്ട് ഇഷ്യൂ ഉള്ള ഒരാൾ ബിഗ് ബോസിൽ വരേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ കുറേ കമൻറ്റ്സ് ഞാൻ കണ്ടു. ഞാൻ സംശയം കേട്ടെ, ഒരു ഹേർട്ട് ഇഷ്യൂ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് ഇഷ്യൂ ഉള്ള ആൾ മൂലയ്ക്ക് മാറിയിരിക്കണോ? ഒരു കാര്യം ചെയ്യാതെ മൂലയ്ക്ക് മാറിയിരുന്ന് അവർക്ക് അവരുടേതായ രീതികളൊന്നും ഇല്ല. അപ്പം ഒരു കാര്യം ചെയ്യട്ടെ, കഴിഞ്ഞ സീസണിൽ ഡിംബൽ ബാക്ക് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, എന്നിട്ട് ആൾ കയറി. സൂരജിന് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, ആൾ കയറിയിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ടോപ്പ് 6 വന്നിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ പറയുമ്പോൾ കുറച്ചേലും ലോജിക്കും കുറച്ചേലും ഹ്യൂമാനിറ്റി. നിങ്ങൾക്ക് വേറെ ആരുടെയും PR ആണെങ്കിൽ കൂടി സ്വയമേ ഒന്ന് ആലോചിച്ചിട്ട് പറയുക, അതെനിക്ക് പറയാനുള്ളൂ. ഒരു ഹേർട്ട് ഇഷ്യൂ ഒരാൾ ഇതിനകത്ത് പങ്കെടുക്കാൻ പാടില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് അധികാരമുള്ളത്? നിങ്ങൾ ഹേർട്ട് ഇഷ്യൂസ് ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ഒരു പണിയും ചെയ്യാതെ കട്ടിലേ തന്നെ കയറി കിടക്കുമോ? അല്ല, എനിക്കറിയാൻ വേണ്ടി ചോദിക്കും. എനിവേ, സ്റ്റേ ട്യൂൺ ടു മൈ ചാനൽ ഫോർ മോർ അപ്ഡേറ്റ്സ്.